ഓ ഇങ്ങനെയാണല്ലേ ഗെയിം. സോ ഇപ്പോൾ ഞാൻ ഇന്ന് കളിക്കാൻ പോണ ഗെയിം എന്ന് പറയുന്നത് ബേബി ഇൻ യെല്ലോ. സോ പണ്ടാരം വീഡിയോ തുടങ്ങിയില്ല, അതിന് മുമ്പ് ആഡ്. സോ ഞാൻ അതിലും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ. പറയാൻ പോണ ഡയലോഗ് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഇതൊക്കെയാണ് ഞാൻ പറയണേ. ചുമ്മാ എന്തിനാണ് ഇങ്ങനെ വെറുപ്പിക്കുന്നത് പറഞ്ഞ് എപ്പോഴും എല്ലാ വീഡിയോക്കകത്തും പറയുന്നതല്ലേ. അങ്ങോട്ട് ചെയ്തേക്ക്, വെറുതെ എന്തിനാണ് സമയം കളയുന്നത്. ഓ എടാ ഇത് കൊള്ളാം ഈ ഗെയിം. ഹലോ ഇതെന്ത് എഴുതുന്ന ഹലോ ഇറ്റ്സ് ഫോർ 3 nights യു ജസ്റ്റ് നീഡ് ടു ഫീഡ് ഹിം ഹിസ് ബോട്ടിൽസ് ഇൻ ദ ഫ്രിഡ്ജ്. അത് മൊത്തം വായിക്കാൻ പറ്റുന്നില്ല, കുറേ ഉണ്ട്. പെട്ടെന്ന് വായിക്കുമ്പോഴത്തേനും ഇവർ അത് മാറ്റുവാണ്, വേറെയൊക്കെ പറയണം. എന്തവസ്ഥയാണ്. ഇതെന്നാ ഫൈൻഡ് അപ്പാർട്ട്മെൻറ്റ് 10 അപ്പാർട്ട്മെൻറ്റ്, അതല്ലേ 10 അപ്പാർട്ട്മെൻറ്റ്. ഇതാണോ ഇനി തുറക്കണ്ടേ, അതോ ഇതാണോ? ഇതല്ലേ 10. എടാ ഇത് ലോക്കഡാണ്. ഇതെന്ത് ടാപ്പ് ദ സ്ക്രീൻ ടു പിക്കപ്പ് ദ പോട്ടഡ് പ്ലാന്റ്. ഓ ഇത് മാറ്റണം എന്നാണ് ഇവർ പറയണേ. ഓക്കെ അത് മാറ്റി. ഇതാ കീ ഇടി, ഞാൻ അത് അൺലോക്ക് ചെയ്തിട്ടോ. ഇതോടെ ഇതേതാ കുഞ്ഞിപ്പാണ്ടി. കുഞ്ഞിപ്പാണ്ടി എടാ ദി ബേബി ഇൻ യെല്ലോ. ഇതാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്, ദി ബേബി ഇൻ യെല്ലോ. ഓക്കെ ഈ ബേബി ഇൻ യെല്ലോ അത്യാവശ്യം കൊള്ളാം. എനിക്ക് അറിയില്ല, ഞാൻ ഇത് കളിച്ചിട്ടില്ല ഇതുവരെ. പണ്ടെങ്ങാണ്ട് ഞാൻ കളിച്ചിട്ടുണ്ട്, എൻ്റെ കസിൻ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കളിക്കാറുണ്ട്, അത് ഞാൻ കാണാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നത് ഒന്ന് കളിച്ചു നോക്കാനാണ് ബേബി ഇൻ യെല്ലോ. ഇതെന്താ സൗണ്ട് ട്രാപ്ഡ് ബൈ ദി ബേബി ഇൻ യെല്ലോ ഹസ് ബീൻ. ഓ എനിക്ക് വായിക്കാൻ പറ്റിയില്ല. ഇതെന്താ ഇത് പസിലാണോ? ഇത് എന്ത് ചെയ്യേണ്ടത്? കൊച്ചുമോഞ്ഞേ, എൻ്റെ പൊന്നെ, മോന്ത നോക്കി നല്ല ക്യൂട്ടായിട്ടുണ്ട് മുട്ടത്തലയൻ. ഓ ഗൈസ് ഇതിനകത്ത് എന്താണ് അവർ പറഞ്ഞാൽ ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ് എന്നാണ്. ഫ്രിഡ്ജിൽ നിന്ന് ബോട്ടിലെടുത്ത് കൊച്ചിന് കൊടുക്കാൻ. ഇതെന്ത് പസിൽ, ഇതെന്താ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് തുറക്കണ്ടല്ലേ. അയ്യോ അത് പോയി. എന്താ അവസ്ഥയാണെന്നോ ഗൈസ് അത് നോക്കിയേ. സൗണ്ടിന് വീണ്ടും വ്യത്യാസം, ജലദോഷം. ഓക്കെ ഗൈസ് അവിടെ എന്തോ ഒരു രൂപം ഞാൻ കണ്ട്. എൻ്റെ മോനെ ഇത് അത്യാവശ്യം ഹൊററാണെന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ അവിടെ എന്തോ ഒരു രൂപം കണ്ടു. അതെന്താണ്? അയ്യോ കൊച്ചിന് പോകുന്നുണ്ടിട്ട് എനിക്ക് അയ്യേ കൊച്ചു തൂറി. എന്താണേ ഈ ഗെയിം കളിക്കുമ്പോൾ എനിക്കെന്തോ ലാഗ് പോലെ തോന്നുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കളിക്കുമ്പോൾ ഇവിടെയൊക്കെ ബ്ലാക്ക് സ്ക്രീൻ വരുന്നുണ്ട്. അത് വലിയ കാര്യമൊക്കെ എടുക്കണ്ട. എൻ്റെ പോലെ കൊച്ച്, ഞാൻ വിചാരിച്ച കൊച്ച് പോയെന്ന്. ഓക്കെ കൊച്ചിന് എന്താ നമ്മൾ ചെയ്യണ്ടേ? ഡയപ്പർ മാറ്റണമെന്നാണ് പറയണത്. ഇതെന്ത് സാധനം? ഫ്രീസ് ഓൾ യു ക്യാൻ ആക്സസ് സീക്രട്ട് ഇൻ ദ പോസ്റ്റ് മെനു. ഓ ബിഗ് ഹെഡ് മോഡ് അൺലോക്കഡ്. ഓ ഇതെന്തോ ഇതൊക്കെ റെഡിയാക്കാനാണ് അവർ പറയണത്. പോസ്റ്റ് മെനുവിൽ എന്താണ്? എടാ ചെറുക്കനെ കാണുന്നില്ലല്ലോ. എൻ്റെ മോനെ എടാ ഈ ഗെയിം ഉണ്ടാക്കിയവനെ എന്നാ സെറ്റ് ഗെയിമാണെന്ന് പറയുന്നത്. എൻ്റെ കണ്ടോ ഇപ്പം കണ്ടോ ഓരോ ലാഗ് പോലെ ബ്ലാക്ക് സ്ക്രീൻ വരുന്നുണ്ടോ? കൊച്ചിനെ അതൊരു ബെഡിൽ കൊണ്ട് എടുത്താനാണ് പറയണത്. ഇത് വാഷിംഗ് മെഷീൻ്റെ, ഇത് ബാത്റൂം. എൻ്റെ മോനെ കണ്ടോ, കൊച്ചിൻ്റെ മോന്ത കണ്ടോ? എൻ്റെ മോനെ സെറ്റായിട്ടുണ്ട്. ഫൈൻഡ് ദി സ്റ്റോറി ബുക്ക് ആൻഡ് സിറ്റ് ഡൗണോ. എൻ്റെ മോനെ എന്നാ സെറ്റ് സാധനം. ദി പ്രിൻസ് ആൻഡ് ദി കാറ്റ്. ഓ അക്രോസ് ദി ഷോർ ഇൻ ദ ഡിസ്റ്റൻറ്റ് ലാൻഡ്സ് വിത്ത് ഡാർക്ക് സ്റ്റാർസ് ഓവർഹെഡ്. The prince was fast asleep until a cat jumped on his bed. ഓ ഇതൊന്നും വായിക്കണ്ട, മാറ്റിവിട്. എൻ്റെ ഉച്ചയുടെ പോകുന്നത് കേട്ടോ, സെറ്റായിട്ടുണ്ട്. ഇതെന്ത് ലീവ് ആൻഡ് ക്ലോസ് ദി ഡോറോ. ഇതെന്താ എടാ ഇത് ഫ്രീസ്. അയ്യോ ഞാൻ ഇതെന്താ ഫ്രീസോള്. എടാ കൊച്ചു ഞാൻ ഇത്ര കുഞ്ഞായി പോയോ? എന്നാ കൊച്ചേ അവിടെ ഇരുന്നോ. ഓക്കെ കണ്ടോ ഈ ഡോറിലൊക്കെ എന്താ ഇങ്ങനെ വരണേ. അത് നിങ്ങൾ വലിയ കാര്യമൊക്കെ ഒന്നും എടുക്കണ്ട. വെയിറ്റ് ഫോർ പാരൻസ്. ഈ കൊച്ചിന് പാരൻസ് ഒക്കെ ഉണ്ടോ? എടാ പാരൻസ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത്? ഞാൻ ഇവരുടെ പാരൻ്റ് ആണോ? അതെന്തേലാട്ടെ, നമുക്കേതായാലും ഒന്ന് മയങ്ങാം. അയ്യോ എന്താ ഇത്, ഉറങ്ങണമെന്ന് ചുമ്മാ. ഈ കൊച്ചിനെ കൊണ്ട് കുരിപ്പ് നിന്നെ ഞാൻ കുറേ നേരം നോക്കി വെച്ചേക്കുന്നത്. നിന്നെ ഞാനൊന്ന് കാണിച്ചു തരാടാ. ഇവൻ കുറേ നേരമായി തുടങ്ങിയിട്ട്. നിന്നെ ഞാനൊന്ന് കാണിച്ചു തരാം. നീ കുറേ നേരമായി തുടങ്ങിയിട്ട്. അതാ ഡോറുള്ള ശബ്ദം.
ഡോർ തുറന്ന് കൊച്ചേ മോഞ്ഞേ. എടാ എടാ കൊച്ചിത്തിരി ചെറുതായി പോയോ? അയ്യോ അത് കൊച്ചല്ലേ, അത് പുഷി. ആ കൊച്ചെവിടെ? അയ്യോ മോഞ്ഞേ നീ ഇവിടെ ഉണ്ടോ? എവിടെ എന്തിയോടാ അവൻ? എൻ്റെ മോനെ സീനാട്ടോ അത്. എടാ ഇവിടെ വന്നിരിക്കുന്നടാ. എടാ ഇത് സീനായിട്ടുണ്ട് എൻ്റെ മോനെ. എടാ കണ്ടോ ആ ഭിത്തിയിലൊക്കെ കണ്ടോ ഓരോരോ ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ വരുന്നത്. അത് നിങ്ങൾ വലിയ കാര്യമൊക്കെ എടുക്കണ്ട. സെൻസിറ്റിവിറ്റി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എൻ്റെ മോനെ. ഈ കളി സെറ്റായിട്ടുണ്ട്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഈ കളി. സോ ഞാനിനി ഏതായാലും ഈ കൊച്ചിനെ ഇവിടെ കൊണ്ട് കിടത്തട്ടെ. കിടത്തിയിട്ടുണ്ട്. ഇനി പുട്ട് കറക്റ്റ് പുഷിൻ്റെ കോട്ടോ. ഇത് പൂച്ചയല്ലേ? ഓ ഈ പണ്ടാരം. അത് പൂച്ചയല്ലേ ആ സ്റ്റോറി ബുക്കിലുള്ള? അപ്പോൾ പൂച്ചയല്ലേ ഇട്ട് കൊടുക്കട്ടെ? യെസ് അത് കറക്റ്റായി. പൂച്ചയല്ലായിരുന്നു ആ സ്റ്റോറി ബുക്കിലുള്ള, അപ്പോൾ പൂച്ചയല്ലേ ഇട്ട് കൊടുക്കട്ടെ? അപ്പോൾ പൂച്ച ഇട്ട് കൊടുത്തു. പൂച്ച ഇട്ട് കൊടുത്തല്ലോ. എടാ ആടാ ഡോർ ഓപ്പൺ ചെയ്തേ. അയ്യോ കൊച്ചു കിടക്കുന്ന കിടപ്പുണ്ടോ? വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ പാവം കൊച്ച്. ഇതെന്താ എനിക്ക് ഞാൻ സെൻസിറ്റിവിറ്റി ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യട്ടെ. സെൻസിറ്റിവിറ്റി ഇച്ചിരി അല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണ്ട. അത് കുഴപ്പമില്ല, നമുക്ക് ഇനി സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യണ്ട. സോ ബേബീനിൽ അത്യാവശ്യം കൊള്ളാം കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഈ ഗെയിം. എൻ്റെ മോൻ ഇത്ര സെറ്റ് ഗെയിം ഈ ലോകത്തുണ്ടായിരിക്കും, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഇതാട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഈ ബേബീനെല്ലാം. ഇതെല്ലാം ഇത് കൊള്ളാം. പണ്ടാരം ഒരു ഡേയ്സ് സൈസ് ഞാനിത് മാറ്റിയിട്ടുണ്ട്. എൻ്റെ ഫോനെ കൊള്ളാം. നൈറ്റ് 2 നൈറ്റ് 1 എടുത്തു, പിന്നെയല്ലേ നൈറ്റ് 2. ഇതിലൂടെ കളിച്ചതിൻ്റെ ബോധം കൂടെ എന്നാ പാടത് ഗൈസ്. ഇതിൻ്റെ ഓരോരോ പാർട്ടായിട്ടായിരിക്കും വരുന്നത്. നൈറ്റ് 1 തന്നെ പാടാം, പിന്നെയല്ലേ 2. സോ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത വീഡിയോ എല്ലാവർക്കും വീണ്ടും കാണാം. ബൈ.